വെൽക്കം ടു കോഡൺ ഫോർ വെൽത്ത് അക്കാദമി. ഇന്നത്തെ മാർക്കറ്റ് വ്യൂവിലേക്ക് നമുക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് വ്യൂ ഗോൾഡിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ് വരുന്നത്. ആക്ച്വലി നമുക്കൊരു ജസ്റ്റ് ഒരു 4 hour ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ വരുന്നുണ്ട്. ഹെഡ് ആൻഡ് പ്രഥമ ദൃശ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹെഡ് ആൻഡ് ഷോൾഡറായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ലെങ്കിലും 1 second നോക്കിക്കേ. യെസ്, ഇതാണ് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ വരുന്നത്. കാരണം ഈ നെക്ക് ലൈന് താഴെ വന്നാൽ മാർക്കറ്റ് ഈ ഒരു 3314 ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ട്, അവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വന്നേക്കുന്ന പാറ്റേൺസുകൾ ഏതൊക്കെയാണെന്നൊക്കെ പറയാം. പിന്നെ ആകെപ്പാട് ഒരേ ഒരു പാറ്റേൺ ആണ് ബുള്ളിഷ് കാണിക്കുന്നത്. ഒരു ഫ്ലാഗ് വരുന്നുണ്ട്. ഫ്ലാഗ് ആക്ച്വലി അത് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ 3405 മുകളിൽ പോവുകയാണെങ്കിൽ മാത്രമാണ് ഫ്ലാഗ് വരുള്ളൂ. മറ്റപടി ബാക്കി എല്ലാ സിഗ്നൽസും നമുക്ക് കാണിക്കുന്നത് നെഗറ്റീവ് ട്രെൻഡാണ്. ഹെഡ് ആൻഡ് ഷോൾഡർ നെഗറ്റീവ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഇനി ഇൻ കേസ് മാർക്കറ്റ് ഈ ഒരു പോയിന്റ് വരെ വന്നിട്ട് തിരിച്ച് താഴെ വരികയാണെങ്കിൽ ട്രിപ്പിൾ ടോപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അതിനും ഈ നെക്ക് ലൈൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നെക്ക് ലൈനിന് താഴെയാണ് ട്രെൻഡ്, താഴേക്കാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഇത് നോക്കുകയാണെങ്കിൽ വലിയൊരു റേസിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാറ്റേണും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു ഏരിയയാണ് റേസിംഗ് ബ്രിഡ്ജ് പാറ്റേൺ വരുന്നത്. സോ ഇതിൻ്റെ ബ്രേക്കൗട്ടും അത്യാവശ്യം താഴേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് 1 hour ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസൻ്റ്ലി ഇപ്പോൾ എന്താണ് കറണ്ട് സിറ്റുവേഷനിൽ നടക്കുന്നതും കൂടി നമുക്ക് നോക്കാം. ആക്ച്വലി ഒരു ബെയറിഷ് ഫ്ലാഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബെയറിഷ് ഫ്ലാഗിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 46 പോയിന്റ് താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 3314 3318 ത്രൂ 3314 വരെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ ഒരു 0.33% നമ്മൾ എന്തായാലും ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. അതും നെഗറ്റീവ് ട്രെൻഡ് തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം ഇവിടെ നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്സ്, അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് കാര്യങ്ങളും ഈ ഒരു പോയിന്റിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിംഗ് അല്ല, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഉണ്ട്, ഓർഡർ ബ്ലോക്ക് ഇല്ലെങ്കിൽ തന്നെ. സോ മാർക്കറ്റ് ഇന്നത്തെ നെഗറ്റീവ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഇന്നത്തെ ന്യൂസ് നോക്കുക, ശ്രദ്ധിച്ച് മാർക്കറ്റിൽ കൃത്യമായി പഠിച്ചതിന് ശേഷം, മാർക്കറ്റ് അനലൈസ് ചെയ്തതിന് ശേഷം ട്രേഡ് ചെയ്യുക. അതായിരിക്കും നന്നായിരിക്കുക.